ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ബുക്ക് ഓഫ് റെവലേഷൻ പാർട്ട് 11, വിച്ച് മീൻസ് അവർ ക്ലാസ് 27 ആണ്. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്ന അധ്യായങ്ങൾ റെവലേഷൻ ചാപ്റ്റർ 14 and 15. ഓക്കെ, റെവലേഷൻ ചാപ്റ്റർ 14 and 15. അപ്പോൾ നിങ്ങളുടെ ബൈബിൾ തുറന്ന് ആ അധ്യായത്തിലേക്ക് വെക്കുക. So you are going to answer and I will call out your name. Don't feel bad, don't feel shy. Okay, try to give me answer. നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്, ആ രീതിയിൽ കരുതിയാൽ മതി. ഓക്കെ, ഓൾ റൈറ്റ്. സോ മൂവിങ് ഫോർവേഡ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചുകൊണ്ടിരുന്ന അതിന്റെ ഒരു രത്ന ചുരുക്കം ഞാൻ പറയാം. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി ഹാവ് ലേൺ. ട്രിബുലേഷൻ ടൈമിൽ മീൻസ് മിഡ് ട്രിബുലേഷന്റെ പകുതി സമയത്ത് അല്ലെങ്കിൽ മധ്യ കാലഘട്ടത്തിൽ 7 ക്യാരക്ടേഴ്സ് റിവീൽ ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിച്ചു. അതാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. ഓക്കെ, അത് ആ 7 ഞാനത് ആവർത്തിക്കുന്നില്ല. ഇസ് ദെയർ. അത് ആരൊക്കെയാണ്, അതിന്റെ ഐഡന്റിറ്റി എന്താണ്, അവരാരെല്ലാമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് പിശാചിന് ഒരു ഫോൾസ് ട്രിനിറ്റി, നമുക്കറിയാം നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നാൽ പിശാചും ഒരു ഫോൾസ് ട്രിനിറ്റി ക്രിയേറ്റ് ചെയ്യുന്നവനാണ്. ഓക്കെ, ഹി ഈസ് ഓൾസോ ട്രൈങ് ടു പ്രൊജക്ട് as if God the Father or God the Son. കാരണം എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിന്റെ പേരെടുത്ത് വരുന്നയാളാണ് എതിർ ക്രിസ്തു. സോ ആ ഫോൾസ് ട്രിനിറ്റിയിൽ കർത്താവിന്റെ ഭാഗം വഹിക്കുന്ന, കർത്താവിനെ പോലെ ഒരു ഭാഗം വഹിച്ചുകൊണ്ട് അനേകരെ തെറ്റിക്കുന്നയാളുണ്ട്. ദെൻ ഓൾസോ ദ ഹോളി സ്പിരിറ്റിന്റെ പാർട്ട് എടുത്തിട്ട് വലിയൊരു പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കുന്ന, അല്ലെ എല്ലാവരെയും വർഷിപ്പ് ചെയ്യാനായിട്ട് അവരെ ആകർഷിക്കുന്ന ഒരു കാര്യവും. കാരണം നമുക്കറിയാം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അറ്റ് ദ സെയിം ടൈം വി സീ സേറ്റൻ ഓൾസോ ഹാസ് എ ഫോൾസ് ട്രിനിറ്റി ഓവർ ദേർ. അപ്പൊ ഇതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലുടനീളം നമ്മൾ കണ്ടത്. സോ ഇന്നത്തെ ഗോൾഡൻ വേഴ്സ്, പ്രധാനപ്പെട്ട വാക്യം 15:3 ആണ്. ലുക്ക് അറ്റ് ദാറ്റ് വേഴ്സ്. അവിടെ അതിന്റെ പകുതി ഭാഗം, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ, സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. വിച്ച് മീൻസ് ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും നമ്മൾ കണ്ടത് അധർമ്മമൂർത്തിയുടെ, ഓക്കെ, ആന്റി ക്രൈസ്റ്റ്, അദ്ദേഹത്തിന്റെ വാഴ്ചയുടെ അല്ലെ അദ്ദേഹത്തിന്റെ പ്രൊജക്ഷനെ കുറിച്ചാണ്. ഹിസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ റിവീൽഡ്. ബട്ട് ഹിയർ വി സീ ദാറ്റ് God or Lord Jesus Christ is being elevated and worshipped. അപ്പോ കർത്താവായ യേശുക്രിസ്തു സർവശക്തി ഉള്ള ദൈവമാണ്, അവന്റെ പ്രവൃത്തികൾ വലുതാണ്, അത്ഭുതമാണ്, സർവ്വജാതികളുടെയും യഥാർത്ഥ രാജാവ് ദൈവമാണ് കർത്താവായ യേശുക്രിസ്തുവാണ്, അവന്റെ വഴികൾ സത്യവും നീതിയുമുള്ളതാണ്. അപ്പോൾ ഈ വാക്യം തന്നെയാണ് അതിന്റെ ഒരു സുപ്രധാനമായ ഒരു വാക്യം എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ആ അധ്യായത്തിലേക്ക് ഞാൻ എന്റെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സോ വി മൂവ് ടു ചാപ്റ്റർ 14. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് കൂടുതലും ഉള്ളത്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ഓക്കെ, എന്റെ മുമ്പിൽ സോണിയാണ് ആദ്യത്തെ, എന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഡിവൈസ്. സോണി, സോ അൺമ്യൂട്ട് യുവർ സെൽഫ്. അപ്പൊ നമുക്ക് ഒരുമിച്ച്, തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 15:1 മുതൽ. ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ ചോദ്യം ചോദിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. I'll give you 2 minutes to read from verses 1 to 5. 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ ആരോടെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ആര് വായിച്ചു എന്നുള്ളത് സംശയമാണ്. ഓക്കെ, സോ സോണിക്ക് ഞാൻ നെക്സ്റ്റ് ടൈം അവസരം തരാം. ഒരു പക്ഷേ സോണിയോട് തന്നെ ചോദിക്കും. സോ വി വിൽ റീഡ് ചാപ്റ്റർ 14 and verses 1 to 5. 2 minutes. Your time starts now. Okay, now first question, Sony, how many are there total and how we get this? But okay, ഇവിടെ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എത്ര പേരെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്? How many number a people group? സോണി കേൾക്കാൻ പറ്റുന്നുണ്ടോ? സോണി, ഓക്കെ,
എത്ര പേരാ? എത്ര പേര്? 144,000. ഓക്കെ, 144,000. ഈ 144,000 എങ്ങനെ കിട്ടിയതാണെന്നാ കരുതണേ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സോ ഹു ആർ ദേ ആക്ച്വലി? എനി ക്ലൂ? എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഒരു ക്ലൂ ഞാൻ തരാം. 12 into 12. പക്ഷെ 12 into 12 എന്ന് പറയുമ്പോൾ സോ ആ 12 എന്താണ്? ആർക്കെങ്കിലും പറയാമോ? എനിബഡി? 144,000 people ആരാണ്? Why this particular number? Anybody? മുദ്രയേറ്റവരുടെ എണ്ണം. മുദ്രയേറ്റവർ. ഓക്കെ, അത് ഈ 144ന്റെ പ്രത്യേകത എന്താ? മുദ്രയേറ്റവർ, ആ എണ്ണം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ? ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേര്. 12,000. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ലിഡിയ. സോ നമ്മൾ വായിക്കുന്നത് റെവലേഷൻ ചാപ്റ്റർ 7. അവിടെ നമ്മൾ ഈ വാക്യം, ഈ കാര്യം പഠിച്ചതാണ്. ചാപ്റ്റർ 7 from verses 4 to 8. If you look quickly there, you can see 12,000 from each tribe. So 12,000 into 12, we get 144,000. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവരുടെ പിന്നെയുമുള്ള അവരെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. സോ ദേ ആർ the people over there. Now the next question to Alvis: whom do they belong to and what are the proofs? They belong to the father because the father's name are written on the forehead. Very good. Then any other proof? They follow the lamb. They follow the lamb, verse 4. Then one more. They are the first fruits of God. They are the first fruit of God. Then one more. They are not defiled by women. They are virgins. Yes. So they are not defiled. They have no, അവരുടെ വായിൽ ഭോഷ്കില്ല. So I have just note down few points which I got. അതിന്റെ പ്രൂഫ് എന്താ? ഇവര് ഈ മുദ്രയേറ്റവര്, സാധാരണഗതിയിൽ ഈ മുദ്രയേൽക്കുക എന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ ഇത് ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കുന്നവരുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദിസ് സീൽ ഈസ് ഫ്രം ഗോഡ്. ആക്ച്വലി ദൈവം തെരഞ്ഞെടുത്ത, യഹൂദന്മാരിൽ നിന്ന് തെരഞ്ഞെടുത്ത ആളുകളാണ്. കാരണം 12 ഗോത്രത്തിൽ നിന്ന് തെരഞ്ഞെടുത്തവരാണ്. വാട്ട് ഈസ് ദ പ്രൂഫ് ദാറ്റ് they belong to God? So the answer we already received. They have marked the name of God. അവരുടെ ഫോർഹെഡിൽ ദൈവത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ ആ മുദ്ര സ്വീകരിച്ചിട്ടുണ്ട്. They are purchased. അവരെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. Where is that? വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. Verse 4. Verse 4. Yes. അവര് വീണ്ടെടുത്തിരിക്കുന്നു, ആദ്യഫലമായി വീണ്ടെടുത്തിരിക്കുന്നു. And they are being purchased. പിന്നെ they follow the lamb. അത് നമ്മൾ കേട്ടു. അവര് കുഞ്ഞാടിനെ അനുഗമിക്കുന്നു. പിന്നെ അവരെ കളങ്കമില്ലാത്തവരാണ്. ഇത് ക്രിസ്തുവിന്റെ ഏതെങ്കിലും തെറ്റായ മാർഗത്താൽ കളങ്കമേൽക്കപ്പെടാത്തവരാണ്. സോ ദേ ആർ കോൾഡ്, വി ക്യാൻ കോൾ ദം ട്രിബുലേഷൻ സെയിന്റ്സ്. ഓക്കെ, അപ്പൊ ഈ വേദഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കുഞ്ഞാടും അവനോട് കൂടെ നിൽക്കുന്ന 144,000 പേര്. ഇതും മിഡ് ട്രിബുലേഷന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തത് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, പ്രൊക്ലമേഷൻ ഓഫ് 3 angels. അപ്പൊ അടുത്ത ഇവന്റ്, ആ ടൈറ്റില് നോക്കുക, ഇവന്റ്സ് ബിഫോർ 7 bowls. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് കലശത്തെ കുറിച്ചാണ്. മലയാളത്തിൽ അതിന് കലശം എന്ന് എഴുതിയിരിക്കണം. ബൗൾസ്, 7 bowl ജഡ്ജ്മെന്റ്. നമ്മൾ മുമ്പ് ഇതേപോലെ 7 ചേർത്ത് 2 ജഡ്ജ്മെന്റ് പഠിച്ചിരുന്നു. ആർക്കാ പെട്ടെന്ന് പറയാൻ പറ്റണേ? വാട്ട് വേർ ദേ? Come on. 7 seals. 7 seals. Then one more. 7 seal കഴിഞ്ഞിട്ട് നമ്മൾ
പിന്നെന്താ പഠിച്ചേ? 7 trumpets. Very good. Trumpets, yes. So 7 seals, 7 trumpet. Then we have a transition, or we have a gap period, and that is a mid, trip. Then okay, 7 trumpet. ഏഴാമത്തെ ട്രംപറ്റ് ഇനി ഊതാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഏഴാമത്തെ ട്രംപറ്റ് ഊതി കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും 7 ബൗൽസ്, കലശങ്ങളെ കുറിച്ച് വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കലശത്തിന്റെ ദൂതന്മാർ വരുന്നതിന് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇവന്റ്സ് ബിഫോർ ദ 7 ബൗൽസ്. സോ നൗ ഒരു ഇവന്റ് നമ്മളിപ്പോ കണ്ടു. 144,000 പേരും കുഞ്ഞാടിനൊപ്പം നിൽക്കുന്ന. സോ അവരുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ചു, മനസ്സിലാക്കി. സോ നൗ വി ലുക്ക് ഇൻ ടു വേഴ്സ് 6 ഓൺവേർഡ്സ്. 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ we see 3 angels. Okay, 3 angels. Now each of them had a duty. അവർ ഓരോരുത്തരും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. സോ ഇത് നമുക്ക് വായിച്ചിട്ട് തന്നെ പെട്ടെന്ന് പറയാവുന്നതാണ്, നോക്കിയിട്ട് തന്നെ പറയാം. അതുകൊണ്ട് ഞാൻ വായിക്കാൻ പ്രത്യേകം ഒരു സമയം തരുന്നില്ല. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ടു ഏബൽ. 6ഉം 7ഉം വാക്യത്തിൽ ഫസ്റ്റ് ഏഞ്ചൽ എവിടെ നിന്നാണ് വന്നത്? 6ഉം 7ഉം എവിടുന്ന? Midst of the heaven. മിഡ് എയർ അല്ലെ, മിഡ് ഓഫ് ദ ഹെവൻ. അപ്പോൾ ആകാശ മധ്യേ പറക്കുന്നതാണ് കാണുന്നത്. Now, to whom did he proclaim? ഹന്ന. അവൻ ആരോടാണ് തന്റെ സന്ദേശം അറിയിച്ചത്? Proclaim to those who live on the earth. Yeah, so Every nation, tribe, and language. yes, to all the nation, right? അത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, to all the people. That is in verse 6, very clear. അപ്പോൾ വേറൊരു ദൂതൻ ആകാശമധ്യേ വന്നു. He had a message to all the people. Now next question to Albin. Albin, what did he proclaim? അവൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? കണ്ടന്റ് എന്തായിരുന്നു? ഒരു മെസ്സേജിന്റെ ടൈറ്റിൽ കൊടുക്കുകയാണ്, എന്ത് പറയും? എന്താ പുള്ളി പറഞ്ഞത്? ഒരു തലക്കെട്ടായിട്ട് പറഞ്ഞ എന്ത് പറയും? എന്താ പുള്ളി ഒരു രത്നച്ചുരുക്കം എന്തായിരുന്നു പുള്ളിയുടെ മെസ്സേജ്? പറഞ്ഞോ. Give the glory to him for the hour of his judgment. Okay, before that, to every nation and kindred and tongue and people. Then he had something. What was that? He had something. What was that? Everlasting gospel to preach unto them. Everlasting gospel. Everlasting gospel. അപ്പോൾ ഇപ്പൊ ഗോസ്പലിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ, നൗ വി സേ ദാറ്റ് ഗോസ്പൽ ഈസ് ഈക്വൽ ടു പ്രൊക്ലമേഷൻ അബൌട്ട് ക്രൈസ്റ്റ്. പക്ഷെ ഇവിടെ ആ ഗോസ്പൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വാട്ട് വാസ് ദാറ്റ് ഗോസ്പൽ? ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള രക്ഷണ്യ സുവിശേഷമല്ല ഇവിടെ. ദിസ് ഈസ് നിത്യ സുവിശേഷം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ കണ്ടന്റ് ഓഫ് ദ ഗോസ്പൽ ഹിയർ? ഷാലോ, ഈ ഗോസ്പലിലെ കണ്ടന്റ് എന്തായിരുന്നു? റിജോയ്സ്. Rejoice. What was the content of the gospel? Okay. Fear the God and give glory to him, for the hour of his judgment has come, and worship him. Give me just one word. Give me just one word after you read. Content എന്താ? ഒറ്റ വാക്കിൽ പറഞ്ഞ ഇതാണ് കണ്ടന്റ്. എന്താ? Fear the God and give him glory. Okay, all right. ഒന്നുകൂടെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. അതിന്റെ തൊട്ടപ്പുറത്ത് എന്തുകൊണ്ട് ഫിയർ ചെയ്യണം? വൈ? Then you get the answer. Why should they fear? For the hour of his judgment has come. Yes, so he is the judge. എന്റെ അടുത്ത ചോദ്യം,
അപ്പൊ ഇത് ന്യായവിധിയെ കുറിച്ചുള്ള സുവിശേഷം അല്ലെ? സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോബിൻ, നമ്മൾ ഇന്ന് ജോബിനോട് സുവിശേഷം പറയാൻ പറഞ്ഞാൽ വാട്ട് വിൽ ബി യുവർ കണ്ടന്റ്? എന്തൊക്കെ ജോബിൻ പറയും? ഇന്നത്തെ സുവിശേഷം ഇപ്പൊ ഒരു സുവിശേഷ പ്രസംഗമാണ് പറയുന്നതെങ്കിൽ, ഒത്തിരി സുവിശേഷ പ്രസംഗമായിട്ട് പറയണ്ട, എന്തൊക്കെയായിരിക്കും ജോബിന്റെ കണ്ടന്റ്? എന്തൊക്കെയായിരിക്കും? കർത്താവിന്റെ രണ്ടാം വരവിനെ പറ്റി. ഓക്കെ, കർത്താവിന്റെ രണ്ടാം വരവ്. പ്രധാനമായിട്ട് ബേസിക് കണ്ടന്റ് എന്തായിരിക്കും? ഇപ്പൊ ഒരു കവലയിൽ പോയി നിൽക്കുക, പ്രസംഗിക്കാൻ പറയാം, ബേസിക് കണ്ടന്റ് എന്തായിരിക്കും? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുക, മാനസാന്തരപ്പെടുക. വെരി ഗുഡ്. മാനസാന്തരപ്പെടണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം. അടുത്ത എന്തായിരിക്കും? അതുകൊണ്ട് അവസാനിപ്പിക്കാം. ബട്ട് അടുത്ത എന്തായിരിക്കും? മനസ്സാന്തരപ്പെട്ടില്ലെങ്കിൽ അതുകൂടെ പറയുമല്ലോ. എന്ന് പറഞ്ഞാൽ ഇൻ അവർ ഗോസ്പൽ, ഗോസ്പൽ ഈസ് ഗുഡ് ന്യൂസ്. ആ ഗുഡ് ന്യൂസിൽ രക്ഷയെ കുറിച്ചുള്ള സന്ദേശം നമ്മൾ കൊടുക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം we have a message about the judgment as well. പക്ഷെ ഈ സുവിശേഷത്തിൽ ഇദ്ദേഹം പറയുന്ന സുവിശേഷം അതെന്താണെന്നുള്ള കണ്ടന്റ് വളരെ എവിഡന്റ് ആണ്. ദൈവത്തെ ഭയപ്പെടണം. വൈ? the hour of judgment is coming എന്ന് പറയുകയാണ്. അടുത്ത ചോദ്യം, ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സന്ദേശം മുദ്രയിടപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട് ബുദ്ധിമുട്ടുകൾ, പെർസിക്യൂഷൻ സഹിക്കുന്നവർക്ക് എന്താണ് ലഭിക്കുക ഇത് കേൾക്കുമ്പോൾ? എനിബഡി ക്യാൻ ആൻസർ. Hope you understood the question. When they hear the message, this message of judgment, what would they get? Who are being sealed by God and who are undergoing persecution. What will they get? The hope for the Messiah's coming. So what kind of feeling they get? Or come on. They feel happy. They feel happy. And they, കാരണം അവര് മരിക്കാൻ പോവാ, ഈ അവരെ പെർസിക്യൂട്ട് ചെയ്യപ്പെടാനായിട്ട് പോവാ എതിർ ക്രിസ്തുവിനാൽ. പക്ഷെ അവരോട് പറയുകയാണ് ജഡ്ജ്മെന്റ് ഈസ് കമ്മിങ്. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. സോ ഈ മെസ്സേജ് സകല ഭൂസീമാവാസികളോടും പറയുമ്പോൾ അതിന് രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന്, they all are called for a warning എന്ന് പറഞ്ഞാൽ വലിയ ന്യായവിധി വരാനായിട്ട് പോവാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് what to say, comforting message for the people who are actually depending on, trusting in the Lord. Okay, now what did he proclaim? മൂന്നാമത്തെ ചോദ്യം, what did he proclaim ആണ് നമ്മൾ കണ്ടത്. സുവിശേഷമാണ്. And what was the content of the gospel നമ്മൾ കണ്ടു. അപ്പോൾ ഒന്നാമത്തെ ഏഞ്ചൽ എന്താണ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലായി. Now look at the second one. രണ്ടാമതൊരു ദൂതൻ, verse 8. ഓക്കെ, ഇനി ഞാൻ ആരെയാണ് വിളിക്കാത്തത്? ശ്വേത. രണ്ടാമത്തെ ദൂതനെ കുറിച്ചുള്ള ചോദ്യമാണ്. അത് 8ാമത്തെ വാക്യം മാത്രമാണ്. അത് നോക്കിയിട്ട് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, when did the second angel come? രണ്ടാമത്തെ ഏഞ്ചൽ ഈ സീനിൽ വരുന്നത് എപ്പോഴാണ്? സിമ്പിൾ ഒബ്സർവേഷൻ ആണ് ഞാൻ ചോദിക്കുന്നത്. ഒത്തിരി ഭയങ്കര ആലോചനയൊന്നും വേണ്ട. 8ാമത്തെ വാക്യം നോക്കിയിട്ട് പറ. രണ്ടാമത്തെ ദൂതൻ when is he coming on the scene? അതിനു മുമ്പ് രണ്ടാമതൊരു ദൂതൻ പിഞ്ചെന്നു, which means പിഞ്ചെന്നു means simple. നിങ്ങൾ വിചാരിക്കുന്ന വലിയ ചോദ്യങ്ങളാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിഞ്ചെന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ദൂതൻ കഴിഞ്ഞതിന് ശേഷം ഇറ്റ്സ് എ സീക്വൻസ് ആയിട്ട്. അപ്പൊ ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണ്. അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, ശ്വേത, രണ്ടാമത്തെ ചോദ്യം, വാട്ട് വാസ് എ കണ്ടന്റ് ഓഫ് ഹിസ് മെസ്സേജ്? ഇദ്ദേഹത്തിന്റെ കണ്ടന്റ് എന്തായിരുന്നു? മെസ്സേജ് ഓക്കെ, ഓൾറൈറ്റ്. ബാബിലോണിനെ കുറിച്ചും ക്രോധമദ്യം
സകല ജാതികളെ കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ അല്ലെ. അപ്പൊ ഇത് okay, look at the next question. What is Babylon referred here? Now, what is Babylon? Now, എന്താണ് ഈ ബാബിലോൺ? ആർക്കെങ്കിലും പറയാമോ ഈ ബാബിലോൺ എന്ന് റെഫർ ചെയ്തിരിക്കുന്ന എന്തിനെയാണ്? അന്ന് ഈ ബാബിലോൺ എന്ന് പറഞ്ഞ നെബൂഖദ്നേസറിന്റെ സാമ്രാജ്യം ഉണ്ടോ? ഇല്ല. സോ വാട്ട് ഇറ്റ് കുഡ് റെഫർ ടു? ഈ വാക്യത്തിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ആശയം കിട്ടും. എനിബഡി? മ്ലേച്ഛത നിറഞ്ഞ. മ്ലേച്ഛത നിറഞ്ഞ, വെരി ഗുഡ്. അപ്പൊ മ്ലേച്ഛത നിറഞ്ഞത് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ബാബിലോണിന്റെ ഒരു ഫോർ റണ്ണർ ആരായിരുന്നു എന്ന് പറയാമോ? ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യം നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിലാണ് അത് ഏറ്റവും ഔന്നത്യം പ്രാപിക്കുന്നത്. ഇറ്റ് ബിക്കെയിം എ സുപ്രീം പവർ. പക്ഷെ ഈ ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഇറാഖ്, ഇറാൻ എന്നുള്ള സ്ഥലത്താണല്ലോ ഈ ബാബിലോൺ. ഇപ്പോ പണ്ടത്തെ ബാബിലോൺ ഉള്ള സ്ഥലം. ആ ഏരിയയിൽ തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥലം മ്ലേച്ഛതയ്ക്കോ അല്ലെങ്കിൽ റിബല്യനോ ഒക്കെ പേര് കേട്ടതാണ്. ആൻഡ് വിച്ച് വാസ് ദാറ്റ് ഇൻസിഡന്റ്? എനിബഡി? ദൈവത്തോട് സകല മനുഷ്യരും കൂടെ പോരടിച്ച ഒരു ഇൻസിഡന്റ് ഏതാണത്? ആർക്ക് പറയാം? Come on, you know it. Baal and ഒന്നുകൂടെ പറഞ്ഞേ. the Baal and ബാൽ ഒക്കെ അല്ല, സ്ഥലപ്പേര് ബാബിലോൺ. ഓക്കെ, ഞാനൊരു ക്ലൂവും കൂടെ തരാം. ഭൂമിയിലെ സകല മനുഷ്യരും കൂടെ ഒന്നിച്ച് നിന്നിട്ട് ദൈവത്തിനെതിരെ നിന്ന ഇവന്റ് ഏതാണ്? Tower build ചെയ്തു. ബാബേൽ. Yes, Tower of Babel. That is also in the same region. Okay, ആ റീജിയനിൽ തന്നെയാണ്. അപ്പോൾ ബാബേൽ, ബാബിലോൺ, ഈവൻ നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ ബാബിലോണിന്റെ പതനത്തിന് ശേഷമാണ് പേർഷ്യൻ കിങ്ഡം വരുന്നത്. ഓക്കെ, പേർഷ്യൻ കിങ്ഡം നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നെബൂഖദ്നേസർ കഴിഞ്ഞു കഴിഞ്ഞാൽ ദാര്യാവേശിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സൈറസ്, കോരശിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സോ അപ്പൊ ബാബിലോണിന്റെ കാലഘട്ടം അതുകൊണ്ട് തീർന്നോ? നോ. ബാബിലോൺ എന്നിവിടെ വിശേഷിപ്പിക്കുന്ന ഒരു സിംബോളിക് ആയിട്ട് പറയുന്നത് എന്താണ്? Every time you look at that Babylon, she is filled with filthy, അത് ഒരു sinful figure ആയിട്ട് explain ചെയ്തിരിക്കുകയാണ്. Now look at chapter 18 and verse 2. That is more clear over there, that we will come to in the later classes. പക്ഷേ chapter 18-ൽ മുഴുവനും നമ്മൾ വായിക്കുന്നത് എന്താ? See, especially verse 2. Look at verse 2 and 3. I will read it for you in Malayalam. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണു മഹദിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും താവളവുമായിരുന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവരുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. സോ ഇത് ഈവൻ ഇൻ ദ ഫ്യൂച്ചർ ബാബിലോൺ വിൽ ബി എ ഹബ്. ഈ ട്രേഡും ട്രാൻസാക്ഷനും ഒക്കെ നടക്കുന്ന ഒരു ഹബ് ആയിരിക്കും ബാബിലോൺ. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു രാജ്യം സ്ഥാപിക്കുമ്പോൾ അന്ന് തെരഞ്ഞെടുക്കുന്ന പ്രധാന പട്ടണം ഏതാണ്? ക്വിക്ക് ആൻസർ, കമോൺ. കർത്താവായ യേശുക്രിസ്തു രാജാവാകുമ്പോൾ which is the particular place? 1000 ആണ്ട് വാഴ്ചയിൽ തെരഞ്ഞെടുക്കുന്ന പ്രധാന സ്ഥലം ഏതാണ്? ജെറുസലേം. യെസ്. അപ്പോൾ ഇവിടെ പിശാച് തന്റെ രാജ്യവാഴ്ചയുടെ സമയത്ത്, അല്ലെങ്കിൽ തന്റെ ഒരു ഹബ് പ്ലേസ് എന്ന് പറയാം, എല്ലാ അതിക്രമത്തിന്റെയും ഒരു എംബ്ലമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ബാബിലോൺ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. സോ ഇവിടെ നാം മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ദൂതൻ മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ ആ കിങ്ഡത്തിന്റെ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. Now the next one, third proclamation of the third angel. ഓക്കെ, മൂന്നാമത്തെ ദൂതന്റെ, അത് 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ്. Look at the question.
How many messages were there from third angel? ഇപ്പൊ നമ്മുടെ സമയം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് അതിന്റെ ഉത്തരം ഞാൻ പറയുകയാണ്. ഓക്കെ, ഇവിടെ ചില എണ്ണമെടുത്ത് നമുക്ക് ആ മെസ്സേജസ് എത്രയാണെന്ന് പറയാൻ പറ്റും. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു. സോ വിച്ച് മീൻസ് ഇറ്റ്സ് എ സീക്വൻസ്. തേർഡ് ഏഞ്ചൽ ഹാസ് കം. പിന്നെ അവൻ ഉച്ചത്തിൽ പറഞ്ഞത് എന്താ? മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. സോ ദേ വിൽ ബി ജഡ്ജ്. നമ്പർ 1. സെക്കൻഡ് വൺ, വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ജഡ്ജ്മെന്റിനെ കുറിച്ചുള്ള പ്രൊക്ലമേഷൻ ആണ്. സോ ദാറ്റ് ഈസ് എ ഫയറി ഫർണസ്. ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഫൈനൽ ജഡ്ജ്മെന്റ്. തേർഡ് വൺ, അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവരും രാവും പകലും സ്വസ്ഥതയുണ്ടാകില്ല. ദാറ്റ് ഈസ് നമ്പർ 4. അപ്പോൾ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇനിയും 3 വർഷക്കാലം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു മുമ്പ് കൂട്ടി പ്രൊക്ലെയിം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ മൃഗത്തെയും അങ്ങനെയുള്ള പിശാചിനെ നമസ്കരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള പ്രൊക്ലമേഷനാണ് മൂന്നാമത്തെ ദൂതൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് തോന്നും ആളുകൾക്ക് ഇതൊരു അത്ഭുതകരമായി എടുത്തിട്ട് ഇത് വിശ്വസിച്ചുകൂടെ? ബട്ട് there only നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, Satan is very cunning person, and he will make people to believe in his image. കൊടുത്തിരിക്കുന്ന എതിർ ക്രിസ്തു അല്ലെങ്കിൽ തന്നെ ആരാധിക്കുന്നതിലേക്ക് സകലമാന ഭൂമിയിലെ മനുഷ്യരെ ആകർഷിക്കും. But at the same time, God is also pronouncing about judgment and all through his angels. പക്ഷെ അവരാരും ദൈവത്തെങ്കിലേക്ക് തിരിയാതെ, അതുകൊണ്ടാണ് ദൈവം എപ്പോഴും നീതിമാനാണ്. There is no question, no, ദൈവമേ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഞങ്ങൾ പറ്റിക്കപ്പെട്ടു പോയി. No, but God is also giving the message over here. അപ്പൊ മൂന്നാമത്തെ ദൂതൻ ചില സന്ദേശങ്ങൾ നൽകുന്നു. ആൻഡ് വാട്ട് ഇറ്റ് സിഗ്നിഫൈ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് 3.5 വർഷം കഴിഞ്ഞ് സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്താ കാണാനായിട്ട് പോകുന്നത്? ചാപ്റ്റർ 14, 13 to 20. അവിടെ 2 ഈവൻസ് ഉണ്ട്. ഏഞ്ചൽ ഫ്രം ഹെവൻലി ടെമ്പിൾ, അവിടെ നിന്ന് വരുന്ന 2 ദൂതന്മാർ. 13ാമത്തെ വാക്യം നോക്കിക്കേ. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. സോ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ റിട്ടൺ ഹിയർ. ഹു സാറ്റ് ഇൻ ദ ക്ലൗഡ് ആൻഡ് വാട്ട് ആർ ഹിസ് ഡിസ്ക്രിപ്ഷൻ? ആർക്കെങ്കിലും പെട്ടെന്ന് പറയാമോ? ക്ലൗഡിൽ ഒരാള്, ഓക്കെ സോറി, നോട്ട് ഇൻ 13, 14 ഓൺവേർഡ്സ്. 13 എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? വേഴ്സ് 13 എന്ന് പറയുന്നത്, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. വിച്ച് മീൻസ് ദിസ് ആൻ എൻകറേജ്മെന്റ് ഫോർ ദ പീപ്പിൾ ഹു ആർ ഗോയിങ് ടു ബി പെർസിക്യൂട്ടഡ്. അപ്പൊ എതിർ ക്രിസ്തുവിനാൽ മുദ്ര ഏൽക്കാത്തവർ, പ്രതിമയെ നമസ്കരിക്കാത്തവർ കൊല്ലപ്പെടാൻ പോവാണ്, ഉപദ്രവം ഏൽക്കാൻ പോവാണ്. പക്ഷെ അവർക്ക് വേണ്ടിയുള്ള ആശ്വാസ വചനം എന്താ? ഇന്ന് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അത് അവർക്ക് കൊടുക്കുന്ന ഒരു പീസ്ഫുൾ, ഒരു കൺസോൾ ചെയ്യുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. പിന്നെ വേഴ്സ് 14, പിന്നെ നമ്മൾ എന്താ കാണുന്നത്? ഹു സാറ്റ് ഇൻ ദ ക്ലൗഡ് ആൻഡ് വാട്ട് ആർ ഹിസ് ഡിസ്ക്രിപ്ഷൻസ്? പെട്ടെന്ന് പറയാമോ ആർക്കെങ്കിലും? നമുക്ക് 4 മിനിറ്റേ ഉള്ളൂ. പറയാമോ? Like Son of Man. Yes, like Son of Man, that is Christ himself, no doubt. നമ്മൾ അത് തുറന്ന് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. വെളുത്തൊരു മേഘവും മേഘത്തിൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ, തലയിൽ പൊൻകിരീടം. ഇറ്റ്സ് നോട്ട് എ കോമൺ ഏഞ്ചൽ. പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളും. ഇതൊക്കെ എംബ്ലമാണ്. അരിവാൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഷോസ്. അരിവാൾ എന്തിനാ ഉപയോഗിക്കണേ? ആർക്കാ പെട്ടെന്ന് പറയാൻ പറയണേ? അരിവാൾ എന്തിനാ ഉപയോഗിക്കണേ? അരിവാൾ, സിക്കിൾ എന്തിനാ ഉപയോഗിക്കണേ? എന്തരിയാനാണ്? കൊയ്യാൻ. കൊയ്യാൻ അല്ലെ? അരിവാൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം അരിവാൾ. അത് കണ്ടിട്ടുണ്ടല്ലോ. അരിവാൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കൊയ്യാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് അരിവാൾ. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഇന്നത്തെ ചില ഗുണ്ട തല വെട്ടിയെടുക്കാനും കൊയ്യാനും. സോ ദിസ് ഇസ് ആക്ച്വലി ജഡ്ജ്മെന്റ് ആഫ്റ്റർ ഓൾ. ഇവിടുത്തെ ഡിസ്ക്രിപ്ഷൻ എന്താ? വാട്ട് ഇസ് ദ ഏഞ്ചൽ സേ ഓവർ ഹിയർ?
ഈ ഏഞ്ചൽ എന്താണ് ആ ആളോട് പറഞ്ഞത്? മേഘത്തിലിരിക്കുന്ന ആളോട് എന്താ പറഞ്ഞത്? മറ്റൊരു ദൂതൻ, കണ്ടോ 15ാമത്തെ വാക്യത്തിൽ, മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു മേഘത്തിലിരിക്കുന്നവനോട് പറയുക, എന്താ? കൊയ്ത്തിന് സമയമായി. Now it is time to make the harvest. ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. വിളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം ടു ഹാർവെസ്റ്റ്. ഓക്കെ, വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. മേഘത്തിലിരിക്കുന്നവൻ എന്ത് ചെയ്തു? അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. സോ ഇറ്റ് ഈസ് ജഡ്ജ്മെന്റ്. സോ സം ഇന്റർപ്രിട്ടേഷൻ ഈസ് ദേർ ദാറ്റ് കൊയ്തെടുക്കുന്നത് കതിരാണ്. സോ കൊയ്തെടുക്കുന്നത് കതിരാണ് എങ്കിൽ മുദ്രയിട്ടവരെയും ക്രിസ്തുവിൽ മരിച്ചവരെയും ഒക്കെ ദൈവം ശേഖരിക്കുകയാണ് എന്നൊരു ഇന്റർപ്രിട്ടേഷനും അവിടെ ഉണ്ട്. ഓൾറൈറ്റ്, പ്രോബബ്ലി ഇറ്റ് റെഫേഴ്സ് ടു ദാറ്റ്. അപ്പോ കൊയ്ത്ത് എന്ന് പറയുമ്പോൾ അത് ന്യായവിധിയെക്കാട്ടിലും കുറച്ചുകൂടി ആപ്റ്റായിട്ട് നിൽക്കുന്നത് എന്താണ്? എനിക്ക് അല്ലെങ്കിൽ ഞാൻ വിതച്ച കാര്യം വിളഞ്ഞു വരുന്നപ്പോൾ ഞാൻ അതിനെ വെട്ടിയെടുക്കുന്നു എന്നൊരു ആശയമാണ്. ഓൾറൈറ്റ്, പക്ഷേ അപ്പൊ ഞാനും വ്യക്തിപരമായി ആ ഇന്റർപ്രിട്ടേഷനിലാണ് നിൽക്കുന്നത്. വിച്ച് മീൻസ് ഹാർവെസ്റ്റ് റഫേഡ്, നമുക്കറിയാം കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം എന്ന് പറയുമ്പോൾ അത് ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയുന്നതല്ല. അത് പറയുന്നത് എന്താ? തീർച്ചയായിട്ടും നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. സോ ക്രൈസ്റ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് ബാക്ക് ദ ട്രിബുലേഷൻ സെയിൻസ്. സഭയെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, ബട്ട് ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ട്രിബുലേഷൻ സെയിൻസ്. നൗ ദ നെക്സ്റ്റ് വൺ, ചാപ്റ്റർ 15 നമുക്ക് ഇന്ന് തീർക്കാൻ പറ്റത്തില്ല, ബട്ട് ദാറ്റ്സ് എ സ്മോൾ ചാപ്റ്റർ ദാറ്റ് ഐ വിൽ കംപ്ലീറ്റ് നെക്സ്റ്റ് വീക്ക്. Now look at the next one. Okay, the last portion from 17 to 20. 17, verse 17. How many angels are in the second scene? ഇവിടെയും എത്ര ഏഞ്ചൽ ഉണ്ട് സെക്കൻഡ് സീനിൽ? നിങ്ങൾക്ക് വായിക്കാനുള്ള സമയം തരണം, പക്ഷെ ഞാനങ്ങ് പറയാം. അവിടെയും 2 ദൂതന്മാരുണ്ട്, 17 മുതൽ 20 വരെ. മറ്റൊരു ദൂതൻ സ്വർഗത്തിന്റെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി, അത് ഒരു ഷാർപ്പ് സിക്കിൾ എന്നാണ് പറയുന്നത്, കോങ്കത്തി പിടിച്ചിരുന്നു. പിന്നെയോ തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ടു. മൂർച്ചയുള്ള ഈ ഷാർപ്പ് സിക്കിൾ പിടിച്ചിരിക്കുന്ന ആളോട് പറയാണ്, ഭൂമിയിലെ മുന്തിരിക്കുല പഴുത്തിരിക്കുന്നു. കോങ്കത്തി അയച്ച മുന്തിരിക്കുലയുടെ വള്ളിയുടെ കുല അറുക്കുക. എന്നിട്ട് സോ ഇത് ജഡ്ജ്മെന്റാ 100%. വാട്ട് ഈസ് എ ക്ലൂ ആൻഡ് വാട്ട് ഈസ് എ പ്രൂഫ്? ലുക്ക് അറ്റ് വേഴ്സ് 19. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു, ദൈവ കോപത്തിന്റെ വലിയ ചക്കിലിട്ടു. അപ്പൊ ദൈവ കോപം, ദ wrath of God is being poured out. ഇവിടുത്തെ ഹാർവെസ്റ്റ് based on the context, it is 100% judgment. So hope you understood. നമ്മൾ 14ാമത്തെ അധ്യായത്തിൽ ഇത്രയും ഇവന്റ്സ് ആണ് നമ്മൾ കാണുന്നത്. ഓൾറൈറ്റ്, അപ്പൊ ഇനിയും തുടർന്നുള്ള ക്ലാസ്സിൽ നമുക്ക് 15ാമത്തെ അധ്യായം പഠിക്കാം. ഇന്ന് നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഞാൻ ഫാസ്റ്റ് ആയിട്ടല്ല, വളരെ ഇത്തിരി സ്ലോ ആയിട്ടാണ് എടുത്തത്, കാരണം ഇത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഹോപ്പ് യു ഇറ്റ് വാസ് വെരി ക്ലിയർ ടു യു. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഗോഡ് ബ്ലസ് യു.